ഇതിൻ്റെ കൂടെ വേറൊരു ക്യാമറ ഉണ്ട്, Insta360. എല്ലാ ക്യാമറയുടെ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ Insta360ൻ്റെ ഈ ക്യാമറയ്ക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്. പണ്ട് ഞാനിങ്ങനെ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുമ്പോൾ ലൈറ്റ് കിട്ടാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് വാങ്ങി. അതിൻ്റെ കൂടെ 2 ലൈറ്റിൻ്റെയും കൂടെ ചെറിയ ട്രൈപ്പോഡും വേറൊരു സ്റ്റാൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് കൺവീനിയൻസ് ആയിക്കോട്ടെ, നമുക്ക് എപ്പോഴും കൺവീനിയൻസ് ആണല്ലോ എപ്പോഴും വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് നമുക്ക് കുറേ ഗാഡ്ജറ്റ്സ്, എൻ്റെ അടുത്ത് കുറേ ഗാഡ്ജറ്റ്സ് കണ്ട് പേടിക്കണ്ട, ഇതൊക്കെ ഞാൻ സിമ്പിളായിട്ട് യൂസ് ചെയ്യാമെന്നുള്ള പർപ്പസിൽ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഈ ഒരു സാധനം മാത്രം തന്നെ എനിക്ക് മെയിനായിട്ട് വേണ്ടുള്ളൂ. ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോക്കൂ, ഇത് കണ്ടോ, ഇത് ഞാൻ എൻ്റെ മറ്റ് വ്ളോഗിങ് സെറ്റപ്പ് കൂടിയാണ് കാണിക്കുന്നത്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതാ നോക്കൂ, ഇനി ഇതാ നോക്ക്, ഇവിടെ വെച്ചു. ഇതിങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഷൂട്ടിങ് തുടങ്ങിയാൽ ഗംഭീര സംഭവമായില്ലേ. ഇവിടെ ടൈറ്റ് ആയില്ല. എപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നോക്കണം ടൈറ്റ്. നമ്മളെ ഗാഡ്ജറ്റ്സ് പോയി കഴിഞ്ഞാൽ 1.5 പോക്കായിരിക്കും. ഇത് വെച്ചിട്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്ത്